ിൻ്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന സമ്മേളനം വളരെയധികം ആവേശത്തോടും ജനങ്ങളിൽ വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ടും പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി നിർവഹിച്ചുകൊണ്ട് സമ്മേളനം പിരിഞ്ഞു. അതായത് ഇപ്പോൾ ഒരു കമ്മിറ്റി കാണുമ്പോൾ യുവത്വവും പരിചയസമ്പന്നതയും ഒരുമിച്ച് ചേരുന്ന ഒരു കമ്മിറ്റിയാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അനുഭവ സമ്പത്തുള്ള സഖാക്കൾ, പുതിയ തലമുറയിലെ കരുത്തരായ യുവാക്കൾ, യുവതികൾ, അവരെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം. അത് ഇവിടെ മാത്രമല്ല, കേന്ദ്ര കമ്മിറ്റി, എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള കമ്മിറ്റികൾ, ജില്ലാ കമ്മിറ്റികൾ, ഏരിയ കമ്മിറ്റികൾ, ലോക്കൽ കമ്മിറ്റികൾ എല്ലാം കാണുന്ന ലോക്കൽ കമ്മിറ്റികൾ 40 വയസ്സിന് താഴെ പ്രായമുള്ള ചുരുങ്ങിയ 2 യുവാക്കളെങ്കിലും ഉണ്ടാകും, യുവതികളുണ്ടാകും, 2-3 യുവതികളുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രീതിയാണ്. അതനുസരിച്ചുകൊണ്ട് പാർട്ടി ദൗത്യം നിർവഹിക്കാൻ കഴിയത്തക്ക നിലയിൽ സഖാക്കളെ ഇത്തരം കമ്മിറ്റികളിലും പ്രവർത്തനങ്ങളിലും കൊണ്ടുവന്ന് ഈ പാർട്ടിയെ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് നയിക്കുക എന്നതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ ഇനി 3 ജില്ലാ സെക്രട്ടറിമാരെ തിരഞ്ഞെടുക്കേണ്ടി വരും, 3 ജില്ലാ സെക്രട്ടറിമാരെ തിരഞ്ഞെടുക്കേണ്ടി വരും. ഇപ്പോൾ ചെയ്യേണ്ട കാര്യം പാർട്ടി ചെയ്യും, അതിനെന്താ സംശയം? ഇപ്പം നമ്മുടെ ഈ സമ്മേളനം അവസാനിക്കുമ്പോൾ ഒരു പുതിയ കേരളത്തിൻ്റെ വേണ്ടിയുള്ള ഒരു ചർച്ചകളാണ് കൂടുതലായി നടന്നു വന്നത്. ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ എന്താ? 1ാം പിണറായി ഗവൺമെൻറ്, ഇപ്പോൾ 2ാം പിണറായി ഗവൺമെൻറ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 7-8 വർഷത്തിന് മുമ്പുള്ള കേരളമാണ്. നിങ്ങൾ നോക്കി, നാഷണൽ ഹൈവേ എങ്ങും നിർമ്മാണ പ്രവർത്തനങ്ങളില്ലേ, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, ജലഗതാഗതം, ഒട്ടനവധി റോഡുകളും പാലങ്ങളും സ്കൂളുകളും കോളേജുകളും. പണ്ട് റോഡുകളൊക്കെ പണ്ട് ടി കെ ഹംസ ഭരിക്കുമ്പോൾ ഹംസക്കുണ്ടെന്ന് പറഞ്ഞ് പരിഹസിക്കലാണ്. ഇന്ന് എവിടെയെങ്കിലും